24 ഇംപാക്ട് തിരുവനന്തപുരം വിളപ്പിൽശാല സർക്കാർ ആശുപത്രിയിൽ ചികിത്സ നിഷേധിച്ചെന്ന ആരോപണത്തിൽ റിപ്പോർട്ട് തേടി ആരോഗ്യവകുപ്പ് ഡയറക്ടർ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രിയിൽ നേരിട്ടെത്തി അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. മേഘ്ന അമരുണ്ട് തിരുവനന്തപുരത്ത്. മേഘ്ന പറയൂ. സുഹൈൽ, ഒരു കുടുംബത്തിനെതിരായിട്ടുള്ള നീതി നിഷേധത്തിന്റെയും അതുപോലെ തന്നെ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ള ഒരു അനാസ്ഥയുടെയും ദൃശ്യങ്ങളും അതുപോലെ തന്നെ ഭാര്യയുടെയും ഒക്കെ വാക്കുകൾ നമ്മൾ കേട്ടു. അതേ തുടർന്നാണ് ഇപ്പോൾ ഒരു നിർദ്ദേശം റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ എന്നുള്ളതാണ്. അന്വേഷണ റിപ്പോർട്ട് നൽകാൻ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണം, അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ളതാണ് അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടർ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ അവിടെ പ്രാഥമിക ആശുപത്രിയിൽ ഇപ്പോൾ അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ എത്തിയിട്ടുണ്ട്. അന്വേഷിച്ച് അതിൽ മെഡിക്കൽ ഓഫീസറുടെ അടക്കം അതുപോലെ തന്നെ ആശുപത്രിയിൽ ആ സമയത്തുണ്ടായിരുന്ന ഡ്യൂട്ടി ഡോക്ടറും ജീവനക്കാരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഇപ്പോഴും മെഡിക്കൽ ഓഫീസർ അടക്കം പറയുന്നത് ഇത്തരത്തിലൊരു പിഴവ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും അത് ഈ ഒരു കുടുംബത്തിന്റെ ആരോപണം നിഷേധിക്കുന്ന രീതിയിലുള്ള ഒരു വിശദീകരണമാണ് ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിൽ എല്ലാ പ്രാഥമിക ചികിത്സകളും നൽകിയെന്ന് തന്നെയാണ് ആശുപത്രി നിലവിലും പറയുന്നത്. എന്തായാലും ആശുപത്രിക്കെതിരെ വലിയ പ്രതിഷേധം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് അടിയന്തരമായി റിപ്പോർട്ട് നൽകാനാണ് അഡീഷണൽ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അന്വേഷണം തുടങ്ങിയിട്ടുമുണ്ട്. സുഹൈൽ, മേഘ്ന, പിടഞ്ഞിരിക്കുമ്പോഴും ആരും സമീപത്ത് വരാത്ത നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വീഴ്ചയുടെ ഓരോ കാര്യങ്ങളും ആ ദൃശ്യങ്ങൾ നമുക്ക് എണ്ണി എടുക്കാൻ കഴിയുന്നതാണ്. ഒരു വകുപ്പ് തല നടപടി എന്നതിലപ്പുറത്തേക്ക് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടോ? പോലീസിലടക്കം പരാതി നൽകുന്നുണ്ടോ കുടുംബം? തീർച്ചയായും സുഹൈൽ, വിളപ്പിൽശാല പോലീസിന് കുടുംബം പരാതി നൽകി കഴിഞ്ഞു. അതിൽ ഇനിയൊരു പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള നടപടിക്രമങ്ങളാണ് ഇനി പുരോഗമിക്കാനുള്ളത്. മൊഴിയെടുക്കൽ പൂർത്തിയാകേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും കേസെടുക്കുക എന്നുള്ളതാണ് ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണം എന്ന് പറയുന്നത്. അത് ഈ CCTV ദൃശ്യങ്ങൾ തന്നെയാണ് ഈ സംഭവത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ജനുവരി 19 ബിസ്മിർ മരിക്കുന്നത്. അന്ന് ആ പുലർച്ചെ എന്ത് സംഭവിച്ചു എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ അത്രയേറെ വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ 1:28 ആശുപത്രിയിലേക്ക് എത്തുന്നു. നടന്നാണ് രോഗി ആശുപത്രിയിലേക്ക് വരുന്നത്. പിന്നീട് രോഗം ഗുരുതരമാകുന്നു. പക്ഷേ അലറി വിളിച്ചിട്ടും ഞാൻ മരിച്ചു പോകുമെന്ന് പറഞ്ഞിട്ടും ആശുപത്രി അധികൃതർ ഈ ഗ്രില്ല് തുറക്കാൻ വൈകി എന്നുള്ളത്, അതായത് വിലപ്പെട്ട സമയം അവിടെ ചിലവഴിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതിയായും ആശുപത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒന്നാമത്തെ അനാസ്ഥയായും പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളിൽ കയറ്റിയ ശേഷവും അത് കിടത്തി ചികിത്സ അടക്കമുള്ള 24 മണിക്കൂറും ഡോക്ടറും നഴ്സും ഉള്ള ആശുപത്രിയാണെന്ന് ഓർക്കണം. അവിടെ ഉള്ളിൽ കയറ്റിയ ശേഷവും കൃത്യമായ ചികിത്സ നൽകിയില്ല, ഓക്സിജൻ നൽകിയില്ല, CPR-ഉം നെബുലൈസേഷൻ പോലും നൽകിയില്ല എന്നുള്ള കാര്യമാണ് ഭാര്യ പറയുന്നത്. ഇന്നലെ ഭാര്യ പറഞ്ഞപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യം എന്നുള്ളതായിരുന്നു സൂപ്രണ്ട് അടക്കം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് വന്ന CCTV ദൃശ്യങ്ങളിൽ അത് അത്രയേറെ വ്യക്തമാണ്. കാരണം ഒരു രോഗി വരാന്തയിൽ ഇരിക്കേണ്ടി വരുന്നത്, ആശുപത്രിയുടെ വരാന്തയിൽ നിമിഷങ്ങൾ ഇരിക്കേണ്ടി വരുന്നു. കൂടാതെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും രോഗി മരിച്ചിരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അങ്ങനെ 20 മിനിറ്റ് മുന്നേ മരിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വിലപ്പെട്ട സമയം ചിലവായത് ഈ പ്രാഥമിക ആശുപത്രിയുടെ വരാന്തയിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങൾ തെളിവായി പറയുകയും ചെയ്യുന്നത്. എന്തായാലും നിയമ നടപടി സ്വീകരിക്കാൻ കുടുംബം തയ്യാറെടുക്കുന്നു. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് കുടുംബം ഒരുങ്ങുന്നത്. മറ്റൊരു ഭാഗത്ത് ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അടക്കം BJP-യുടെ അടക്കം പ്രതിഷേധം ഇപ്പോൾ തന്നെ ഈ സർക്കാർ ആശുപത്രിക്കെതിരെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും പ്രത്യേക അന്വേഷണങ്ങൾ നമ്മൾ ഏറെ കണ്ടതാണ്, റിപ്പോർട്ടുകൾ ഏറെ കണ്ടതാണ്. റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കാണാത്തത്. ഈ അടുത്തുണ്ടായ വേണുവിന്റെ മരണത്തിനും സമാനമായി CHC മുതൽ മെഡിക്കൽ കോളേജുകളിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞ റിപ്പോർട്ട് കിട്ടിയിട്ടും ഒരു ഉദ്യോഗസ്ഥനും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഗൗരവകരമായ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.